വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ മോളെ സത്യഭാമ എന്ന് പറഞ്ഞ് കുട്ടിയെ വിളിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഉറക്കച്ചുവടിൽ നിന്നും അങ്ങ് ചാടി ഇറങ്ങുകയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് എൻ്റെ പൊന്നു മോളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം വയ്ക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് ശാരികയും മോളെ എന്നൊക്കെ വിളിച്ച് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ എന്ന്. അന്നേരം കുറുപ്പ് സാറല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ മോൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ ഒരുപാട് താടിയും മുടിയും ഒക്കെ ഉള്ള ആളാണ് കുറുപ്പ് സാറെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശബ്ദത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അമ്പടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മയും ശാരിയൊക്കെ ഇങ്ങനെ വായിലിങ്ങനെ വിരൽ വയ്ക്കുകയാണ്. അന്നേരം മിണ്ടാതിരിക്കും മോളെ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. കുട്ടി തമാശ രൂപേണയാണ് എല്ലാം പറയുന്നത്. തുടർന്ന് ഞങ്ങളെയൊക്കെ അറിയാമോ എന്നിങ്ങനെ ശാന്ത ചോദിക്കുമ്പോൾ അറിയാമല്ലോ, ഇത് ശാന്ത ആൻറ്റി, അത് ശങ്കരനങ്കിള്, ഇതിന് എൻ്റെ ശാരിക അമ്മ എന്നൊക്കെ പറഞ്ഞ് ശാരികയൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ പൊന്ന് ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ ഓടിപ്പോയും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഒക്കെ കുഞ്ഞിനോട് സ്നേഹമൊക്കെ പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാതെ ഇരിക്കും, ശാലിനിയുടെ മകളല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞാൻ കുറച്ചു കാലം ഇവിടെ തന്നെ കാണും, എല്ലാവരുടെയും പരാതികളും പിന്നെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഇവിടെ കാണും. എനിക്കിനി ഒരാളെ കൂടി കാണാനുണ്ട്, എല്ലാവരും കുടുംബശ്രീയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ, ശാന്തേച്ചി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞിട്ട് കുട്ടിയും പിടിച്ചുകൊണ്ട് പിന്നെ കുടുംബശ്രീ വീടിനകത്തേക്ക് ശാലിനി കയറുകയാണ്. ശാലിനി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നത് ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഗോപാലകൃഷ്ണനകത്താണെങ്കിലും വാതരോഗം പിടിപെട്ട് കട്ടിലിൽ തന്നെ കിടപ്പാണ്. പതി എഴുന്നേൽക്കാനൊക്കെ സാധിക്കും. ഒരു കയറൊക്കെ ഇങ്ങനെ ഉത്തരത്തിൽ കൂടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട്. തുടർന്ന് കുഞ്ഞിങ്ങനെ അടുത്തേക്ക് കുഞ്ഞിനെ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കണ്ണുകൊണ്ടിങ്ങനെ തലകൊണ്ടിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം കുട്ടിയും ശാലിനിയും ശാരദാമ്മയും കൂടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അതിയായ സന്തോഷമാണ്. മുത്തച്ഛൻ്റെ പേരറിയാമോ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ എന്നല്ലേ, അമ്മ എപ്പോഴും മുത്തച്ഛനെ കുറിച്ച് പറയും എന്നിങ്ങനെ കുട്ടി സംസാരിക്കുകയാണ്. അതിനെ കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് ശാലിനി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ അതിനു മുന്നേ കുട്ടി ചോദിക്കുന്നുണ്ട്, മുത്തച്ഛൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന്. അന്നേരം യാത്രയൊക്കെ കഴിഞ്ഞു, ഒപ്പിച്ച വെച്ചത് മുഴുവൻ ഈ കട്ടിലേക്ക് കിടക്കാനായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. കാശിയിലും രാമേശ്വരത്തും ഹരിദ്വാറിലും ഒക്കെ ഈശ്വരനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് അന്വേഷിക്കുന്നത് പോലെയായി എൻ്റെ ഗതി എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ട, ജില്ലാ കളക്ടറുടെ അച്ഛനല്ലേ, പിന്നെ എൻ്റെ മോളിപ്പോൾ കളക്ടറാണ്, നാട് ഭരിക്കുന്ന കളക്ടറാണ്. മോള് വന്ന് ഇറങ്ങുന്നത് പടക്കത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടു, പക്ഷേ അങ്ങോട്ട് വന്ന് ആ വരവൊന്ന് കാണാമെന്നുണ്ടായിരുന്നു, പക്ഷേ നിയോഗം ഇതായിപ്പോയില്ലേ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് അന്നത്തെ കാര്യം. അന്ന് ശാരദാമ്മയും മക്കളെയും ഇറക്കി വിട്ട ശേഷം രാജേശ്വരിയെ പോയി കല്യാണം കഴിച്ചതും അന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കല്യാണം കഴിഞ്ഞ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ശാരദാമ്മയും മക്കളും കൂടി വന്നപ്പോൾ എൻ്റെ മകനെ കളക്ടറാക്കും, രാജേശ്വരിയിൽ ജനിക്കുന്ന മകനെ കളക്ടറാക്കുമെന്ന് പറഞ്ഞതൊക്കെ, ഒരു പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്നിങ്ങനെ ശാരദാമ്മ താലി ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. തുടർന്ന് കുഞ്ഞു ശാലിനി കല്ലെടുത്ത് നെറ്റിയിലേക്ക് എറിഞ്ഞതും ഓർക്കുകയാണ്. അന്നേരം തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, മോൾ അന്ന് തന്ന സമ്മാനം ഇപ്പോൾ എൻ്റെ നെറ്റിയിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ആകെ അങ്ങ് സങ്കടം വരികയാണ്. ശാലിനി ഓടിപ്പോയി ഗോപാലകൃഷ്ണൻ്റെ കാല് പിടിച്ച് കാൽക്കലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് കാല് പിടിച്ച് മാപ്പ്, ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കയറിൽ പിടിച്ചങ്ങ് എഴുന്നേൽക്കുകയാണ്. ശാരദാമ്മയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തലവണയിൽ താഴ്ത്തി ചാരി ഇരുത്തുകയാണ്. അവളോട് എഴുന്നേൽക്കാൻ പറ ശാരദ, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്, അന്ന് സാരമില്ല എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരോടും വാശിയും വൈരാഗ്യവും ഒക്കെ വേണമെങ്കിൽ പിന്നെ നന്നാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ തിരുത്തുകയാണ്. വാശിയും വൈരാഗ്യം ഒന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല, എന്തിനാ അതൊക്കെ കാണിക്കുന്നത്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല, അത് വേണം, എൻ്റെ മോളുടെ കാര്യത്തിൽ അത് നേടിയത് കണ്ടില്ലേ, അവളിപ്പോൾ കളക്ടർ, എന്നോടുള്ള വാശി കൊണ്ടല്ലേ അവളിപ്പോൾ കളക്ടറായത്, അവൾ ഇനി നാട് ഭരിക്കും എന്ന് പറയുകയാണ്. ഇവിടെ തന്നെ കാണില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ കുറച്ചു കാലം ഇവിടെ തന്നെ കാണും, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ മറന്നു, ഇനി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഇനി ഇവിടെ നല്ലതേ നടക്കൂ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സ്വന്തം കാര്യങ്ങളൊക്കെ മറന്നു എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണനും ശാരദാമ്മയ്ക്കും ഒക്കെ അങ്ങ് വിഷമമാവുകയാണ്. ഈ കുട്ടിയാണെങ്കിൽ അതെല്ലാവരെ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോടൊപ്പം ശാലിനിയെയും കുട്ടിയും കൂടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വിടുകയാണ്.
അതിനു മുന്നേ ഗോപാലകൃഷ്ണന്റെ സങ്കടമൊക്കെ കണ്ടിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ വിഷമിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും, വാതരോഗത്തിന് ചികിത്സയൊക്കെ ഉണ്ടല്ലോ, നാരായണ വൈദ്യം ജീവിച്ചിരുന്നു എങ്കിൽ 30 ദിവസത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, കിടപ്പിലായവരൊക്കെ ഓടി നടക്കുമെന്ന് പറയുമ്പോൾ ഇനി എനിക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കാൽപ്പിച്ചപ്പുകളും കാൽപാദങ്ങളും ഒക്കെ എൻ്റെ മക്കളിലൂടെ ഞാൻ നടക്കും എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ആശ്വസിക്കുകയൊക്കെ ചെയ്യണം. ഗോപാലകൃഷ്ണന് സന്തോഷം തന്നെയാണ് ശാലിനി കളക്ടറായിട്ട് വന്നതിൽ. തുടർന്ന് ഈ ശാരദാമ്മയുടെ കൂടെയും ശാലിനിയുടെ കൂടെ ഈ കുട്ടി പോകുമ്പോൾ ഗോപാലകൃഷ്ണനെ തിരിഞ്ഞു നോക്കിയിട്ട് തിരിച്ച് ഓടി വന്ന് മുത്തശ്ശ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 2 കവളിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. മുത്തശ്ശൻ വിഷമിക്കണ്ട കേട്ടോ, മുത്തശ്ശൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാകുമെന്ന് ഈ കുട്ടി പറയുകയാണ്. അന്നേരം ശരി എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണന് സന്തോഷം തിരിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരോടൊപ്പം പറഞ്ഞു വിടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവിൻ്റെ കൂടെ ഇരിക്കുകയാണ് പപ്പിക്കുട്ടി, കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വിഷമമൊക്കെ കണ്ടിട്ട് വല്യച്ഛനെ പോലീസുകാർ ഉപദ്രവിച്ചോ ഇടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ലെന്ന് പറയുകയാണ്. അന്നേരം വല്യച്ഛൻ ഹീറോ അല്ലേ, അപ്പോൾ പിന്നെ ഉപദ്രവിക്കുകയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം വില്ലന്മാർ, മോള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വില്ലന്മാർ ചില ഹീറോകളെ ഇടിക്കുന്ന കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ പോലീസുമാർ വില്ലന്മാരാണോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. അന്നേരം ചില പോലീസുകാരൊക്കെ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടി പറയുന്നുണ്ട്, പപ്പിക്കുട്ടി പറയുകയാണ്, അവരെയൊക്കെ ഇടിക്കണം, നല്ല ഇടി കൊടുക്കണമെന്ന്. അന്നേരം മോള് എൻ്റെ പപ്പിക്കുട്ടി പറഞ്ഞതല്ലേ വല്യച്ഛൻ ഇടി കൊടുക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് പപ്പിക്കുട്ടിയുടെ പനിയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വല്യച്ഛനെ കാണാത്ത വിഷമം കൊണ്ടാണ് എനിക്ക് പനി വന്നത്, എനിക്ക് വല്യച്ഛനല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, വല്യച്ഛനെ കണ്ടപ്പോൾ പനിയൊക്കെ മാറിയെന്ന് പറയുകയാണ്. ഈ സമയത്ത് ശ്യാമ അവരുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നതും ചിരിച്ചു കളിക്കുന്നതും ഒക്കെ ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമയ്ക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് എൻ്റെ പപ്പിക്കുട്ടി ഇനി വന്നേന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഈ കുട്ടിയെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തുകയും കാര്യങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയും അങ്ങോട്ട് ഉമ്മ കൊടുക്കുകയും ഓരോ കഥ പറയുന്നതൊക്കെ ആയിട്ട് സംസാരം കാണിക്കുന്നില്ല, ആക്ഷനൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ആക്ഷൻ കാണിക്കുന്നതൊക്കെ. അന്നേരം ശ്യാമ ഇതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ രോഹിത് പുറകെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ കാഴ്ച കാണുമ്പോൾ രോഹിത്തിന് ആകെ സന്തോഷമാവുകയാണ്. രോഹിത്തിന് അതിൽ വിഷമമൊന്നുമില്ല. തുടർന്ന് എന്താ ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ശ്യാമയെ തട്ടി വിളിക്കുമ്പോഴാണ് ശ്യാമ ചിന്തയിൽ നിന്ന് ഉണരുന്നത്. അന്നേരം അല്ല മോൾക്ക് ഉറങ്ങാൻ സമയമായി, മോൾ അവിടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനോടൊപ്പം അല്ലേ മോള് മിക്കപ്പോഴും ഉറങ്ങാറുള്ളത്, ഇന്നും അവിടെ കിടന്നോട്ടെ, 2 ദിവസമായിട്ട് കാണാതിരുന്നതല്ലേ, അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും, അവളവിടെ കിടന്നോട്ടെ, താൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവരെ ശല്യപ്പെടുത്താതെ ശ്യാമയെ വിളിച്ചുകൊണ്ട് രോഹിത് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷെ രോഹിത് അങ്ങ് നടന്നിട്ട് ശ്യാമ വരുന്നില്ല. ശ്യാമ ഇങ്ങനെ അവരെ തന്നെ നോക്കി ശ്യാമയ്ക്ക് അങ്ങ് വിഷമാവുകയാണ്. കൂടുതൽ ഇടപഴകുന്നത് കണ്ടിട്ടാകാം. അന്നേരം രോഹിത് വീണ്ടും വിളിക്കുകയാണ്, അത് അവരുടെ ലോകം തന്നെയാണ്, അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, നമ്മളതിൽ ശല്യപ്പെടുത്തണ്ട, അവളവിടെ കിടന്നോട്ടെ, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ശ്യാമയെ വിളിച്ചുകൊണ്ട് രോഹിത് പോകുന്നുണ്ട്. ഇതേസമയം കുടുംബശ്രീ വീട്ടിലും സത്യഭാമ കുട്ടിയെ ഉറക്കാനായിട്ട് കിടത്തുകയാണ്, ശാലിനി കിടത്തുകയാണ്. തുടർന്ന് മോൾക്ക് തലയിലേക്ക് ഇങ്ങനെ തലോടിക്കൊണ്ട് മോൾക്ക് എല്ലാവരും ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരും ഇഷ്ടമായി. അമ്മയുടെ വീട്ടുകാരെ ഒക്കെ കണ്ടു. അച്ഛൻ എന്നാ വരികയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ വരും എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ എന്നും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അച്ഛൻ എന്നാ വരികയെന്ന് ചോദിക്കുകയാണ്. അതേസമയം വെള്ളവുമായിട്ട് ശാരദാമ്മ പുറകെ വന്ന് നിൽക്കുകയാണ്. ഈ കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് അച്ഛൻ എന്നാ വരിക, എനിക്ക് അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരിക ആൻറ്റിയെയും മുത്തശ്ശിയും ഒക്കെ കാണിച്ചു തരാമെന്ന വാക്ക് അമ്മ പാലിച്ചില്ലേ, അതുപോലെ അച്ഛനും ഒരു ദിവസം കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ ഏത് ദിവസവും ചോദിക്കുമ്പോൾ ഒരു ദിവസം എന്ന് പറയാൻ മാത്രമേ ശാലിനിക്ക് കഴിയുന്നുള്ളൂ. ശാലിനിക്ക് അങ്ങ് വിഷമാവുകയാണ്. തുടർന്ന് പിന്നെ മോൾ ഉറങ്ങിക്കോ എന്ന് പറയുകയാണ്. ഞാൻ പാട്ട് പാടി തരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുകയാണ്. കഥ പറഞ്ഞു തരണമെന്ന് ചോദിക്കുമ്പോഴും വേണ്ടെന്ന് പറയുകയാണ്. ചെറിയൊരു ദേഷ്യം പോലെ കുട്ടി. എന്നിട്ട് കുട്ടി പറയുകയാണ്, ഞാൻ സ്വപ്നത്തിൽ അച്ഛനെ കാണാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുകയാണ്. അതിനു മുന്നേ കുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മൾ അച്ഛനെ കണ്ടാൽ അച്ഛനോടൊപ്പം പോയി താമസിക്കുമെന്ന്. അന്നേരം അതൊക്കെ അപ്പോഴല്ലേ മോളെ എന്നും പറഞ്ഞ് ശാലിനി വിഷമിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ശാരദാമ്മ പുറകെ നിൽക്കുന്നുണ്ട്. അന്നേരം താമസിക്കുമെന്നും വേണ്ട, എങ്കിലും മോളുടെ ഒരു സമാധാനത്തിന് താമസിക്കുമെന്ന് അമ്മയെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടമൊക്കെ വരികയാണ്. തുടർന്ന് അപ്പോൾ താമസിക്കാം എന്നിങ്ങനെ ശാലിനി അങ്ങ് പറയുകയാണ്. തുടർന്നാണ് ഉറങ്ങിക്കോളാൻ പറയുന്നത്. സ്വപ്നത്തിൽ ഞാൻ അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ, മോൾ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കുട്ടി അങ്ങ് കണ്ണടക്കിയാണ്. ശാലിനി അങ്ങ് തലോടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് ആ വെള്ളവും ജഗ്ഗും വെള്ളവും കൂടി അവിടെ കൊണ്ട് വെച്ചിട്ട് മോളിങ്ങനെ ഉറങ്ങിയോന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ ശാരദാമ്മ ചോദിക്കുകയാണ്. അവൾ കണ്ണടച്ച ഉടനെ ഉറങ്ങും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അച്ഛനെ സ്വപ്നം കാണുമെന്ന പ്രതീക്ഷയിലുള്ള ഉറക്കം എന്നിങ്ങനെ സങ്കടത്തോടെ ശാരദാമ്മ പറയുമ്പോൾ അമ്മ എല്ലാം കേട്ടു അല്ലേ, ഇതൊക്കെ എന്നും പതിവുള്ളതാണെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, നിനക്കും ആഗ്രഹമില്ലേ മോളെ, ഒന്ന് കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വേണ്ടമ്മേ, കണ്ടാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കത്തേ ഉള്ളൂ, എനിക്ക് കാണേണ്ട ആവശ്യവുമില്ല,
സർവീസിലും പഞ്ചാബിലും ഒക്കെ ഞാൻ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയത് ഇവിടെ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അകലാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പക്ഷേ വീണ്ടും വിധി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഈ നാട്ടിൽ എവിടെയൊക്കെയോ വിഷ്ണുവേട്ടൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ശ്വസിച്ച വായു തന്നെയാണ് ഞാനും ശ്വസിക്കുന്നത്. വിഷ്ണുവേട്ടൻ നനയുന്ന മഴ ഞാനും കൊള്ളുന്നു. എനിക്ക് അതൊക്കെ മതി. അതൊക്കെ പുതിയ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കത്തേ ഉള്ളൂ. അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു ആശ്വാസവും സാന്ത്വനവാക്കും ഒക്കെ കൊതിച്ചിരുന്ന പഴയ ശാലിനി ഇന്നില്ല എന്ന് പറയുകയാണ്. ഇന്നില്ല, അതിന് ഉണ്ടാകുകയുമില്ല. ഞാനിവിടേക്ക് വന്നില്ലെങ്കിൽ സത്യാമ്മയും വിഷ്ണുവേട്ടനെയും ഒക്കെ അവർ ഞെരിച്ച് കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങോട്ടത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയത്. എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാൻ അകന്ന് തന്നെ നിൽക്കും എന്നിങ്ങനെ പറഞ്ഞു. അമ്മ പോയി കിടന്നോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ അങ്ങ് വിഷമത്തോടെ പോവുകയാണ്. ശാലിനി അങ്ങ് ആകെ വിഷമിച്ച് എരിക്കുഞ്ഞിനെയും തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം വിഷ്ണുവും അവിടെ വിഷ്ണുവിൻ്റെ കട്ടിലിൽ കിടന്ന് പപ്പിക്കുട്ടി ഉറങ്ങുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളാണ് ഇനി വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.